കുറേ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ആളുകൾ പോലെ വി ആർ ട്രീറ്റിംഗ് ദം ആസ് മോർ ദാൻ അക്യൂസ്, മീൻസ് ഇവിടെ ചെയ്ത ഈക്വലൻ്റ് ആണ് അവർ. സോ അവരെ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പല സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സംഘമായാൽ, സൈബർ ബന്ധപ്പെട്ട സംഘങ്ങളായാൽ, അതേപോലെ ഞങ്ങൾ സെർച്ച് പാർട്ടികളായാൽ ഞങ്ങൾ ഫോറം ചെയ്ത് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അറസ്റ്റായ ദിവസം നിങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾ അറസ്റ്റ് ചെയ്ത ദിവസം നിങ്ങൾ അറിയും ആരാണെന്ന് പറഞ്ഞിട്ട്. വിത്ത് എവിഡൻസ് തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും. വിത്തൗട്ട് എവിഡൻസ് ആരും അറസ്റ്റ് ചെയ്യില്ല. ഞാൻ കണ്ടു. സ്വാഭാവികമായിട്ട് പോലീസിനെതിരെ ഇങ്ങനെ പറയും. ഞങ്ങൾ വീട്ടിലേക്ക് പോയേ പറ്റൂ, വീട്ടിൽ സെർച്ച് ചെയ്തേ പറ്റൂ. ഇപ്പം തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീക്കായാലും ഒരു കുട്ടിക്കായാലും വയസ്സായ ആളുകളായാലും ഇന്നസെൻറ്റ്സ്ക്കായാലും ആറ് ഞങ്ങളെ ഈ ഒരു വിഷയങ്ങളിൽ ഇല്ലാത്ത ആളുകൾക്ക് ഒരിക്കലൊക്കെ ഞങ്ങൾ ഏത് ആംഗിളിലും ഉപദ്രവിക്കില്ല. അത് ഞങ്ങളുടെ ഉറപ്പാണ്. ഇനി നമ്മളെ ഭാഗത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് ഈ ഒരു കാര്യങ്ങൾ ആകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സ്റ്റെപ്സും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോഗ്രാഫ് ഉൾപ്പെടെ ഞങ്ങൾ ചെയ്തിട്ടാണ് ഇനി സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ നിലവിൽ 2 പേര് കസ്റ്റഡിയിലുണ്ട്. അത് ചോദിച്ചുകൊണ്ടിരിക്കുക. അതിനാൽ എന്തായാലും വീഡിയോഗ്രാഫ് എവിഡൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള നെക്സ്റ്റ് കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകാം. ആണ് അങ്ങനെ അതാണ് ഞാൻ DYFI ആണോ അല്ലോ അത് രണ്ടാമത്തെ വിഷയം. ഒരു മനുഷ്യനായാൽ ഈവൻ ഞങ്ങളെ പ്രതി കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ എതിരെ വീഡിയോ എവിഡൻസ് അവരെ വിരുദ്ധം വേറെ ഒരു ദൃക്സാക്ഷികൾ ഇനി സൈബർ എവിഡൻസ് ഇനി ഗൂഢാലോചന എവിഡൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ ആ ഒരു ആംഗിളിലല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് നോക്കണം. മോർ ദാൻ 100 സ്ത്രീകൾ കുട്ടികളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരും പ്രതിയായിട്ട് ചേർത്തിട്ടില്ലല്ലോ. ഈവൻ സ്ത്രീകളായാലും വയലൻസിലേക്ക് പോയാലും അവർ പ്രതികളായിട്ട് വരേണ്ടി വരും. ഡെമോക്രാറ്റിക്കലി ഒരാൾക്ക് ഒരു സ്ഥാപനക്കെതിരെയോ ഒരു സിസ്റ്റമെതിരെയോ ഡെമോക്രാറ്റിക്കലി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റൈറ്റ്സ് ഉണ്ട്. ഞങ്ങളത് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 4:30 വരെ ഞങ്ങളൊന്നും ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ടാർഗറ്റഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസ് നേരത്തെ ചെയ്തോടെ, വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോൾ ഞങ്ങളെ വിരുദ്ധം കല്ലേറ് വന്നോ, ഞങ്ങളെ വിരുദ്ധം വയലൻസ് വന്നോ, അപ്പോഴാണ് ഞങ്ങൾ ഇതിലേക്ക് പോയത്. ഇനി ഒരു സ്ഥാപനനെ ഇവർ വന്നിട്ട് ടാർഗറ്റ് ചെയ്ത് കത്തിക്കുന്നു ಅಂತ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കത്തിക്കാൻ വേണ്ടി ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടാകേണ്ട 100% സാഹചര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഒരാൾ പോയിട്ട് കത്തിക്കില്ലല്ലോ. പിന്നെ ഡെമോക്രാറ്റിക്കലി ഞങ്ങൾക്ക് എന്തെങ്കിലും അവകാശം ചോദിക്കാനുണ്ടെങ്കിൽ കത്തിച്ചിട്ടാണോ ചോദിക്കത്? SP ഉൾപ്പെടെ 20ഓളം ആളുകൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് എടുക്കുക. അപ്പോൾ പോലീസിന് വിരുദ്ധം ഒരാൾ പ്രതിഷേധം ഞങ്ങളെല്ലാവരും കണ്ടതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ ഒരുപാട് വഴികളുണ്ട് നമ്മളെ ഡെമോക്രാറ്റിക്കലായിട്ടുള്ള ലീഗൽ കാര്യങ്ങൾ. അതല്ലാതെ കല്ലാണോ ഞങ്ങൾ അടിക്കാൻ പോകുന്നത്? തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ആവൂ, തെളിവുണ്ടെങ്കിൽ നിയമ അടിസ്ഥാനത്തിൽ കൊണ്ടുവരൂ. അത് തെളിവ് പലതരത്തിലാവാം. വീഡിയോ എവിഡൻസ് ആവാം, ഇലക്ട്രോണിക് എവിഡൻസ് ആവാം, ദൃക്സാക്ഷികളാവാം, കോൺസ്പിറസിയുടെ ഭാഗങ്ങളാവാം. ഇങ്ങനെ പല തെളിവുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തെളിവ് ആർക്കുണ്ടോ, എതിരുണ്ടോ അവരെ എതിരിലേക്ക് പോകും. തെളിവ് ഇല്ലെങ്കിൽ ഇല്ല. വളരെ സിമ്പിളാണ്. നമ്മൾ എവിഡൻസ് ബേസ്ഡ് പോലീസിംഗ് ആയിട്ടാണ് ഇന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഭാഗങ്ങളിലുള്ള നമ്മളെ പോലീസുണ്ട്. ആ ഭാഗത്തിൽ ഇപ്പോൾ പ്രശ്നമുണ്ടായ ഭാഗത്തിൽ പോലീസുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോവാം. ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ആർക്കും. ഇനി ആരെങ്കിലും ഇനി വന്നിട്ട് കത്തിക്കാനോ ഇനി വന്നിട്ട് എന്തെങ്കിലും ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമയ്ക്ക് വേണ്ടിയുള്ള പോലീസ് ഡിപ്ലോയ്ഡ് ആണ്. ഇവിടെ പോലീസ് ഇനി ഉണ്ടാവും. സോ ഇനി ഞങ്ങളെ കൂടെ സഹകരിക്കാനാണ് ഞങ്ങൾ പറയുന്നത് എല്ലാവർക്കും. അത് എൻ്റെ വിഷയമല്ല. യു ഹാവ് ടു ആസ്ക് ദം. ഓക്കെ.